നമസ്തേ. ആരും നമുക്ക് പഠിപ്പിച്ചു തരാത്ത ചില അദൃശ്യ നിയമങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. എല്ലാ ആളുകളും വലിയ സ്വപ്നങ്ങളുള്ള വ്യക്തികളാണ്. പക്ഷെ കുറച്ചു പേർക്ക് മാത്രമാണ് ആ സ്വപ്നങ്ങളെ നേടാനായിട്ട്, അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്, സ്വപ്നങ്ങൾ നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ആ സ്വപ്നങ്ങളെ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് നമ്മുടെ ഊർജം അല്ലെങ്കിൽ നമ്മളുടെ ശ്രദ്ധ ചെലവഴിക്കുന്നത് വേറെ ചില മേഖലകളിലേക്കാണ്. അതായത് എനിക്ക് ആത്യന്തികമായിട്ട് നേടേണ്ടതായിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളത് വിട്ടുപോയിട്ട് മറ്റു ചില ചെറിയ കാര്യങ്ങളിലേക്ക്, ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിയുന്ന സമയത്ത്, നമ്മൾ അവിടേക്ക് പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ എനർജി ഫ്ലോ അല്ലെങ്കിൽ ഊർജത്തിന്റെ ഒഴുക്ക് എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണോ നമ്മൾ സദാസമയം ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടേക്ക് തന്നെ ഒഴുകിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. വളരെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് ഏത് മേഖലയിലാണ്? എനിക്ക് ഒരു കാര്യം നേടേണ്ട ആഗ്രഹമുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു വാഹനം മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു വീടുണ്ടാക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു മേഖലയിലേക്കാണോ എൻ്റെ ശ്രദ്ധയും ഊർജവും പ്രവൃത്തിയും പോകുന്നത്, അതോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്കാണോ ഞാൻ വ്യാപൃതനായിരിക്കുന്നത് എന്നുള്ളത് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും മനുഷ്യൻ കാണാതെ പോകുന്നതായിട്ടുള്ള ഒരു അദൃശ്യ നിയമമാണിത്. ഇത് തിരിച്ചറിയുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിൽ ചെറുതാണെങ്കിലും ഓരോ അച്ചീവ്മെന്റ്സ് നേടിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ടും ഉയർന്നു പോകാനായിട്ടും സാധിക്കുന്നു എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് പ്രാധാന്യം കൊടുക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവർ സന്തോഷിച്ചുകൊണ്ടേ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അതിനുവേണ്ടി മാത്രം നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഊർജ്ജവും ശ്രദ്ധയും അതിലേക്ക് തന്നെ പോകുമ്പം നമ്മളെ സന്തോഷിപ്പിക്കുന്നതിൽ നിന്ന് നമ്മൾ മാറി വ്യതിചലിച്ച് പോവുകയാണ്. അങ്ങനെ നമ്മളുടെ സന്തോഷം ഇല്ലാതെയായിട്ട് മാറുകയാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, മറ്റു ചില കർമ്മങ്ങൾ ചെയ്യുന്നു. ഈ കർമ്മങ്ങളിൽ എന്തെങ്കിലും ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് സന്തോഷം ഉണ്ടാകുന്നില്ല. എന്നാൽ ഈ കർമ്മത്തിന്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും എനിക്ക് വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ സന്തോഷം ഉണ്ടാകാറുണ്ട്. അപ്പം നമ്മളുടെ ആത്മാവിന്റെ ആത്യന്തികമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സന്തോഷം വരുന്നത് നമ്മുടെ കർമ്മം, നമ്മുടെ ആത്മാവിനറിയാം നമ്മളുടെ കർമ്മം എന്താണെന്ന്. എപ്പോഴും ഈ ആത്മാവ് ആ കർമ്മം ചെയ്യാനുള്ള ഒരു മോഡിലാണ് നിൽക്കുന്നത്. നമ്മൾ അതിനെ തിരിച്ചറിയുന്ന സമയത്ത് എന്താണ് നമ്മളുടെ കർമ്മം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ആത്മാവിന്റെ സ്വരം കേട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, പിന്നെ നമുക്ക് നമ്മുടെ കർമ്മം കൃത്യമായിട്ട് ചെയ്യാണ്ടിരിക്കാനായിട്ട് സാധിക്കില്ല. അത് ചെയ്യാത്തപ്പം നമ്മളോട് തന്നെ ചെയ്യുന്ന എന്തോ ഒരു തെറ്റ് പോലെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ആത്യന്തികമായിട്ട് നമ്മുടെ കർമ്മം എന്താണ് എന്നുള്ളത് നമ്മുടെ ആത്മാവിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മുടെ ഈ ഊർജത്തിനെ കർമ്മത്തിലേക്ക് ഒഴുക്കാനുള്ള പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് താല്പര്യമില്ലാത്തതായിട്ടുള്ള വ്യക്തികളിലും സ്ഥലങ്ങളിലും നമ്മളുടെ കാര്യങ്ങൾ പോയി പറയുന്നതായിട്ടുള്ള അവസ്ഥ, അവിടേക്ക് ഊർജം ചെലവഴിക്കുന്നതായിട്ടുള്ള അവസ്ഥ. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പരിധിയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം അവരെ സഹിക്കുന്നുവോ അതാണ് നമ്മളുടെ പരിധി എന്നുള്ള രീതിയിൽ കണക്കിലെടുത്ത് വീണ്ടും വീണ്ടും നനഞ്ഞടം കുഴിക്കുന്നതായിട്ടുള്ള വ്യക്തികൾ. ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് നിന്നു കൊടുക്കുന്നതും, നമ്മളുടെ സത്യം അറിയാനായിട്ട് താല്പര്യമില്ലാത്ത വ്യക്തികളുടെ മുന്നിൽ പോയിട്ട് അത് വീണ്ടും വീണ്ടും കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും ഒക്കെ ഒരേപോലെ ഊർജം ചോർത്തുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമ്മുടെ മൂല്യം തിരിച്ചറിയാത്തിടത്ത് നമ്മളുടെ മൂല്യത്തിനെ കുറിച്ച് പറയാനായിട്ട് പോകുന്നത് നമ്മളുടെ മൂല്യത്തിനെ ചോർത്തുന്നതായിട്ടുള്ള അവസ്ഥയാണ്. നമ്മൾ ആവർത്തിക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ വീണ്ടും വീണ്ടും എടുക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങൾ, നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ എപ്പോഴും എത്തിച്ചേരുന്ന കൺക്ലൂഷൻസ്, അതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തികൾ, ഇത് തന്നെയാണ് നമ്മളുടെ ജീവിതത്തിനെ അവസാനം നമുക്ക് ഒരു റിസൾട്ടാക്കി തരുന്നത്. പല സമയത്തും നമ്മൾ സ്കാറ്റേർഡ് ആയിട്ടുള്ള ചിന്തകൾ, ഫോക്കസ് ഇല്ലാത്ത ചിന്തകൾ, പല കാര്യങ്ങൾ ചിന്തിച്ച് പല കാര്യങ്ങൾ ലക്ഷ്യമില്ലാതെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ജീവിതത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു എയിമിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ ഈ ചിന്തകളിൽ അറേഞ്ച്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കൺക്ലൂഷൻസിന് കൃത്യമായിട്ടുള്ള ഒരു ഷാർപ്നെസ് ഉണ്ടാവും. അതുമൂലം ഉണ്ടാകുന്ന പ്രവർത്തികൾക്ക് ഒരു ഓർഡർ ഉണ്ടാവും. സോ ഈ ഓർഡറുകളാണ് കെയോട്ടിക് ആയിട്ടുള്ള അവസ്ഥകളെ വീണ്ടും നമുക്ക് അലൈൻമെന്റിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നത്. ദർ ഈസ് ആൻ ഓർഡർ ബിഹൈൻഡ് എവറി കെയോസ് എന്നാണ് പറയുന്നത്. ആ ഓർഡറിനെ കണ്ടെത്തുക, അലൈൻ ആകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ ചില ബന്ധങ്ങൾ ചിലപ്പോൾ നമ്മളിൽ നിന്ന് മാറിപ്പോയേക്കാം. പക്ഷെ ഞാൻ പറയുകയാണ്, ലോകം നിങ്ങൾക്ക് നൽകുന്നതിനേക്കാൾ പ്രധാനമാണ് നിങ്ങൾക്ക് ലഭിച്ചത് കൊണ്ട് നിങ്ങൾ എന്ത് സൃഷ്ടിച്ചു എന്നുള്ളത്. സോ നമുക്ക് ഈ ശരീരം, ഈ ജന്മം, ആത്മാവ്, ചിലപ്പോൾ കുറവുകളും കൂടുതലുകളും ഒക്കെ ഉണ്ടാകാം. നമ്മളിവിടെ ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഈ ലഭിച്ചിരിക്കുന്ന റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെയും അദൃശ്യമാണ്, ഇതൊക്കെ നിയമങ്ങളുമാണ്. പ്രാപഞ്ചികമായിട്ടുള്ള അദൃശ്യ നിയമങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കൂടുതൽ മുന്നോട്ട് സഞ്ചരിക്കും. തുടരുവാൻ വേണ്ടി നിർത്തുന്നു. നമസ്തേ.